ഷോയിൽ കാണാൻ ഉള്ള അവസരം കൊടുക്കാതിരുന്ന, കൺസെൻറ്റ് കൊടുക്കാതിരുന്ന ആ കുട്ടിയുടെ അച്ഛൻ, അത് ഞാനാണ്. ഇപ്പം നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേൾക്കാനായിട്ട്. ഞാനിത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ആ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഇപ്പോൾ ഒരു ഫാമിലി ടാസ്കോ ഫാമിലി റൗണ്ടോ വീക്ക് എന്തോ നടക്കുകയാണ്. അപ്പോൾ പല കണ്ടസ്റ്റന്റുകളുടെയും ഫാമിലി വരുന്നു. ചിലർക്കൊക്കെ അവിടെ താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു. അതിപ്പോൾ ചാനലിന്റെ സ്വന്തം സ്വത്തായ ആൾക്കാരായതുകൊണ്ടൊക്കെ ആയിരിക്കും, എനിക്കറിയില്ല. ഞാൻ ആരെയും വ്യക്തിപരമായിട്ടൊന്നും അധിക്ഷേപിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഷോയുടെ സംഘാടകരോ അതിന്റെ തലപ്പത്തിരിക്കുന്ന ഏതോ ഒരു മുന്തിയ സാറിന് അല്ലെങ്കിൽ മേഡത്തിന് തോന്നിയ ഒരു നിമിഷത്തെ ഒരു 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 വട്ടിന്റെ പുറത്താണ് ആ കുട്ടീനെ, അതായത് എൻ്റെ കുട്ടീനെ അവൻ്റെ അമ്മയെ കാണിക്കാറുള്ളത്. അത് പരമ ചെറ്റത്തരമായിപ്പോയി എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോറി, അൺപാർലമെന്ററി വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ, കാരണം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇന്നലെ നമ്മളൊക്കെ അനുഭവിച്ച കുറച്ച് ബുദ്ധിമുട്ടും വിഷമമൊക്കെ ഉണ്ട്. അതായത് ചാനൽ അധികൃതർ ഇവർക്ക് യാത്ര ചെയ്യാനുള്ള, എൻ്റെ മകനും എൻ്റെ മദറിൻ-ലോയ്ക്കും ഒക്കെ ട്രാവൽ ചെയ്യാനുള്ള സൗകര്യം എല്ലാം ഏർപ്പാടാക്കി എയർപോർട്ടിൽ കയറി അവർ സ്റ്റുഡിയോയിൽ എത്തുകയും എൻ്റെ കുട്ടി മറ്റേ ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റപ്പായിട്ട് അവൻ ആ ഷോയിലേക്ക് കയറാൻ നിൽക്കുന്നത് ഞാൻ അതിൻ്റെ വീഡിയോ ഇപ്പം കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കണ്ടില്ലേ ആ വീഡിയോ? കണ്ടില്ലേ നിങ്ങളിപ്പം? അപ്പം അതിൽ അവൻ എനർജറ്റിക് ആയിട്ട് അവൻ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നത്. ആ പോയിന്റിലാണ് ലാസ്റ്റ് പെട്ടെന്ന് ഇതിന്റെ ബന്ധപ്പെട്ട ഏതോ ഒരു സാറ് വിളിച്ചറിയിക്കേണ്ടായെന്ന് പറഞ്ഞു. കുട്ടിയെ കയറ്റാൻ സമ്മതിക്കില്ല, കാരണം ലക്ഷ്മിയുടെ ഹസ്ബൻഡും ഡിവോഴ്സിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഹസ്ബൻഡിന്റെ കൺസെന്റ് ഇല്ലാതെ കുട്ടിയെ കയറ്റാൻ സാധിക്കില്ല. അത് ഡിസ്പ്യൂട്ട് ഉണ്ടാകും. അവരൊരു കോർപ്പറേറ്റ് കമ്പനിയാണ്. ഡെഫിനറ്റ്ലി അവർക്ക് അങ്ങനത്തെ അനോണിമസ് ആയിട്ടോ ഉള്ള ഇൻഫർമേഷൻസോ എന്തെങ്കിലും അത് ട്രൂ ഓർ ഫോൾസ് അവർക്ക് കിട്ടുന്ന സാഹചര്യത്തിൽ അവർ ഡെഫിനറ്റ്ലി റിലക്റ്റന്റ് ആവും. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് ഞാൻ കുറച്ച് ആൾക്കാരുടെ ഇമെയിൽ അഡ്രസ്സുകൾ പബ്ലിക് ആകാൻ പറ്റാത്തതുകൊണ്ട് ഇതിനായിട്ട് ബന്ധപ്പെട്ട് അതാരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ കാണിക്കാം. പല ആൾക്കാർക്കും, മെയിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഇമെയിൽ അയക്കുകയുണ്ടായി. അതായത് ഒരു കൺസെന്റ് പോലും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്തെന്നാൽ ഇപ്പം ഞാനോ ലക്ഷ്മിയോ പരസ്പരം ഒരു ഡിവോഴ്സ് പെറ്റീഷൻ എവിടെയും ഫയൽ ചെയ്തിട്ടില്ല. അത് തന്നെ ഒരു വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. അതിന്റെ പേരിൽ കുട്ടീനെ കാണിക്കാതിരുന്ന പരിപാടി എന്ത് ധാർമ്മികതയുടെ പുറത്താണ്, എന്ത് ചിന്തയുടെ പുറത്താണെന്ന് എനിക്കറിയില്ല.